മെട്രിസസ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്നുമാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ് കേട്ടോ. ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള ക്ലാസ്, കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ക്ലാസ് ഇതാണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റും. ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് തുടക്കമാകുമ്പോഴത്തേക്ക് നല്ല രസകരമായിട്ട് കുറേ പേപ്പറൊക്കെ അങ്ങോട്ട് എഴുതിത്തള്ളാം. നമ്മുടെ പ്രത്യേകിച്ച് ഓണം എക്സാമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഗുണകരമാവുന്ന ചാപ്റ്റർ മെട്രിസസ് ആണ്. പിന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്നതും ഈ ചാപ്റ്ററിനെ കുറിച്ചാണ്. ഇതൊരു ഇങ്ങനത്തെ ഇഷ്ടമുള്ള കുട്ടികൾക്കുള്ള ചാപ്റ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയേണ്ട, ഇതങ്ങ് ഹൈ ലെവൽ പഠിക്കാനും ഉണ്ട് കേട്ടോ. നല്ല ടഫായിട്ട് പോയി നല്ല ആപ്ലിക്കേഷൻ ലെവലിൽ എത്തുന്ന രീതിയിൽ കൂടെ പഠിക്കാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മെട്രിക്സ്, അതിൻ്റെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മെട്രിസസ് പ്ലൂറലാണ്, സിംഗുലർ എന്താണ് മെട്രിക്സ് എന്നാണ്. എന്താണ് മെട്രിക്സ്? അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ആദ്യമേ അങ്ങോട്ട് പറയാൻ പോവാണ്, കേട്ടിരിക്കണം. ഓക്കെ, മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഇതാണ് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ. മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ. രണ്ടിത് നമ്മൾ അറേം എന്നൊക്കെ കേട്ടില്ലേ, അറേം പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്താണ് അറേ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ഷേപ്പിൽ ഇതാണ് നമുക്കൊരു ബോക്സ് പോലെ വരച്ചിട്ട് ഇതിനുള്ളിൽ നമ്പേഴ്സുകളെ നമ്മളങ്ങോട്ട് അറേഞ്ച് ചെയ്യും. എങ്ങനെ അറേഞ്ച് ചെയ്യും? റോയിലും കോളത്തിലുമായിട്ട്, മീൻസ് വരിയും നിരയുമായിട്ട്. നമുക്കിപ്പോൾ സ്കൂളുകളിലൊക്കെ പല അസംബ്ലിയൊക്കെ നടക്കാറുണ്ട്. കുട്ടികളൊക്കെ എത്തുമ്പോഴത്തേക്ക് തുടങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് അസംബ്ലിക്ക് വന്നതെന്നുള്ള കുട്ടികളെല്ലാം നിൽക്കുന്നത് നല്ല രസകരമായിട്ടില്ലയോ, നല്ല കറക്റ്റായിട്ട് നമുക്ക് അതൊരു പരേഡൊക്കെ കാണത്തില്ലയോ. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ എങ്ങനെയാണ് നിൽക്കുന്നത്? കറക്റ്റ് രസകരമായിട്ടില്ല, അല്ലെങ്കിൽ ചുമ്മാതെ എല്ലാവരും കൂട്ടം കൂടിയല്ലല്ലോ. ഇവിടെ അതാ എങ്ങനെയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട്. അപ്പോൾ ഇവിടേക്ക് നമ്പേഴ്സുകൾ വരാം, വേരിയബിൾസ് വരാം, പല രീതിയിൽ കൂടെ വരാം കേട്ടോ. നമ്പറുകളൊക്കെ വരാം, അല്ല വേരിയബിൾസ് വരാം, ABC അങ്ങനെയൊക്കെ ഉള്ളത് വരാം. പല രീതിയിൽ കൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വിളിക്കാനുള്ള പേരാണ് എന്ത്? മെട്രിക്സ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഡെഫിനേഷൻ പറയാം. മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. അത്രമേ ഉള്ളൂ. ഓക്കെ, അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്, റോയിലും കോളത്തിലുമായിട്ട് നമ്പേഴ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു മെട്രിക്സിനെ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. മെട്രിക്സിനെ വിളിക്കാനുള്ള പേര് A എന്നും B എന്നും C എന്നും ഒക്കെയാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു മെട്രിക്സ് എഴുതി, അതിന് A എന്ന് പേര് കൊടുക്കാം. മറ്റേ മെട്രിക്സ് എഴുതുന്നെങ്കിൽ B എന്ന് പേര് കൊടുക്കാം. മനസ്സിലായി? ഇങ്ങനെ ഓരോ മെട്രിക്സിനൊക്കെ ഓരോ പേരുകളെ കൊടുക്കും. ഇവിടെ ഇങ്ങനെ എഴുതുന്നതാണ് റോ. നോക്കിയാണേ 5 6 7. ഓക്കെ, ദിസ് ഈസ് ഫസ്റ്റ് റോ. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ വരുമ്പോഴാണ് കോളം വരുന്നത്. അങ്ങനെ പോകുന്നത് റോ. ദിസ് ഈസ് ഫസ്റ്റ് റോ. 2 1 5. ദിസ് ഈസ് സെക്കൻഡ് റോ. 4 1 8. ദിസ് ഈസ് തേർഡ് റോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു മെട്രിക്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. ഈ ഫസ്റ്റ് റോയിൽ നോക്കിയാൽ 1 2 3 പേർ. അപ്പോൾ ഫസ്റ്റ് റോയിൽ 3 പേരാണെങ്കിൽ സെക്കൻഡ് റോയിൽ 3 പേരെ കാണാവുള്ളൂ, കൂടാനും കുറയാനും പാടില്ല. ഓക്കെ, തേർഡ് റോയിൽ 3 പേരെ കാണാവുള്ളൂ, 4 1 8 3 പേര്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോയും കൂടെ ആഡ് ചെയ്യാം, അവിടെ 3 പേരെ കാണാവുള്ളൂ. അപ്പോൾ ക്ലിയറായി എന്താണ്? ഫസ്റ്റ് റോയിൽ എത്ര പേര് എഴുതിയോ അത്രയും പേരെ താഴോട്ട് എത്ര റോ എഴുതിയാലും എഴുതാവുള്ളൂ. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ഫസ്റ്റ് റോ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R1 എന്നാണ് കേട്ടോ. ഫസ്റ്റ് റോ, റോയുടെ ആണ് ഫസ്റ്റ് ആയതുകൊണ്ട് R1. അപ്പോൾ ദിസ് ഈസ് കോൾഡ് എന്താണ്? സെക്കൻഡ് റോ. ദിസ് ഈസ് കോൾഡ് എന്താണ്? തേർഡ് റോ. R1 R2 R3. ഓക്കെ, അപ്പോൾ കോളം എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. നോക്കിയാണേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം, ഇത് നമ്മുടെ സെക്കൻഡ് കോളം. ഓക്കെ, ദിസ് ഈസ് തേർഡ് കോളം. അപ്പോൾ ദിസ് ഈസ് C1 ആൻഡ് ദിസ് ഈസ് C2 ആൻഡ് ലാസ്റ്റ് വൺ ഈസ് C3. അപ്പോൾ നമുക്ക് റോ എന്താണ്, കോളം എന്താണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അടുത്തൊരു മെട്രിക്സിനെ അങ്ങോട്ട് ഞാൻ എഴുതാൻ പോവാണ്. B ഈസ് ഈക്വൽ ടു ഓക്കെ 4 5 1 4 7 9. നോക്കിക്കേ, ദിസ് ഈസ് ഫസ്റ്റ് റോ R1, ദിസ് ഈസ് സെക്കൻഡ് റോ R2, ദിസ് ഈസ് തേർഡ് റോ R3, ദിസ് ഈസ് ഫസ്റ്റ് കോളം C1 ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് കോളം C2. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് റോയും കോളം എന്താണെന്ന് മനസ്സിലായി. റോയിൽ എത്ര പേര് എഴുതിയിട്ടുണ്ട്? ഒരു റോയിൽ 1000 പേരുണ്ടെങ്കിൽ സെക്കൻഡ് റോയിലും 1000 പേര് കാണും. എന്ന് പറഞ്ഞാൽ ഒരു റോയിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ അടുത്ത റോയിലും കാണാവുള്ളൂ, കൂടാനും കുറയാനും പാടില്ല. കോളത്തിലും അത് തന്നെ ആയിരിക്കണം അതിൻ്റെ റൂൾ. ഓക്കെ, അപ്പോൾ എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞ് ഇനി ഇന്നത്തൊക്കെ നെഗറ്റീവ് നമ്പേഴ്സൊക്കെ വരാം കേട്ടോ. ഞാൻ നെഗറ്റീവ് നമ്പർ എഴുതിയില്ലെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ വരത്തില്ലെന്നല്ല. നെഗറ്റീവ് നമ്പർ വരാം, പോസിറ്റീവ് നമ്പർ വരാം, ഫ്രാക്ഷൻ വരാം, ഡെസിമൽ വരാം, ട്രിഗണോമെട്രി ടേംസുകൾ വരാം. അവനൊക്കെ എൻ്റെ തിയറി വരാറുണ്ട്, ഭയങ്കര പ്രശ്നക്കാരനാണ്.
പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാനില്ല, പഠിക്കാനൊക്കെ എളുപ്പത്തിൽ രീതികളുള്ള അല്ല പ്രശ്നക്കാരൊന്നും ഇപ്പോൾ ഇല്ല. പ്രശ്നക്കാരാവുന്നതുണ്ട് കേട്ടോ. ഇപ്പം നമുക്കതൊന്നുമില്ല. നമ്മൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിച്ചു പോകാൻ വേണ്ടി എങ്ങനെയൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തരും. അതിനനുസരിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മെട്രിക്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി വേറൊരു മെട്രിക്സിനെ വേണേൽ എഴുതാം. എന്താണ് C = 4 1 3 2 5 4. ഇതും മറ്റൊരു മെട്രിക്സ് ആണ് കണ്ടോ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് റോ, ദിസ് ഈസ് സെക്കൻഡ് റോ, ദിസ് ഈസ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഓക്കെ, ഇനി വരണ ഇങ്ങനെ എഴുതാണ്, ഇങ്ങനെ എഴുതാം കേട്ടോ. 3 5 9 ഇത്രയേ ഉള്ളൂ. താഴോട്ട് ഇനി ഇല്ല. ഇങ്ങനെയൊക്കെ എഴുതാം എന്ന് ഞാൻ കാണിച്ചെന്ന് എഴുതാണ്ട് ഇങ്ങനെ കേട്ടോ. ഒറ്റ റോ ഉണ്ടോ, ഇനിയില്ല, അടുത്ത റോ ഇല്ല. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അല്ലാതെ ഒരു റോയെ കൊണ്ട് നിർത്താൻ പാടില്ലെന്നൊന്നുമില്ല. ഒറ്റ റോ എഴുതിയോ അത് മതി, അതും മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോയിലും കോളത്തിലുമായിട്ട് നമ്പേഴ്സുകളെയോ വേരിയബിൾസുകളെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ എന്ത്, മെട്രിക്സ്. അപ്പോൾ ഒന്നുകൂടെ മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ എളുപ്പം എന്ന് പറഞ്ഞ് ആലോചിച്ചേ. സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് ആദ്യം ചെല്ലുമ്പോൾ ഇതങ്ങോട്ട് പറയും. എന്താണ്? മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ചെറിയ ഒരു ഡെഫിനേഷൻ ഉണ്ട്, അതോടെ ഇന്ന് പറഞ്ഞിട്ട് നിർത്തും. പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സിനെ പിന്നെ ഏറ്റവും ടോപ്പ് മീൻസ് നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാത്സിൻ്റെ കാര്യത്തിൽ ഉറപ്പിച്ച് തരാം. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള ക്ലാസ് നമ്മളുണ്ട്. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളെ നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള വർക്കിങ്ങേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം പഠിക്കാനുള്ള നമ്മുടെ ഡെഫിനിഷൻ്റെ പേര് എല്ലാവരും കേട്ടോ. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ. ഓക്കെ, ORDR, ഓർഡർ. നമ്മൾ പറഞ്ഞില്ലേ ഓർഡർ, ആ ഓർഡർ തന്നെയാണ് കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ ഓർഡർ ഓഫ് എ മെട്രിക്സ്? ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു മെട്രിക്സിന് എത്ര റോ ഉണ്ട് നമ്മൾ പറയാം. അതിന് എത്ര റോ ഉണ്ടാ, എത്ര കോളൊക്കെ ഉണ്ടാ എന്ന് എളുപ്പം എണ്ണി പറഞ്ഞേടാ, അതാ ഓർഡർ. അത്രയേ ഉള്ളൂ. ഒരു റോയും ഒരു മെട്രിക്സിന് എത്ര റോയും എത്ര കോളം ഉണ്ട് അതിനെ വിളിക്കാനുള്ള പേരാണ് ഓർഡർ. നോക്കിക്കേ, ഇതിന് നോക്കിക്കഴിഞ്ഞാൽ 3 റോ ഉണ്ട് അല്ലേ. 1 2 3 കോളം 1 2 3 3 റോയും 3 കോളം. therefore ഓർഡർ ഓഫ് ഫസ്റ്റ് മെട്രിക്സ് എയുടെ എത്രയായിരിക്കും? 3/3. ബൈ എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിലും എഴുതുമ്പോൾ ഇൻറ്റു ആണ് കേട്ടോ. അപ്പോൾ ഓർത്തോണം, ഓർഡർ ഓഫ് എ മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ M/n where M is the number of rows and n is the number of columns. ബൈ എന്നാണെങ്കിലും എഴുതുന്നത് ഇൻറ്റു ആയിരിക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഓർഡറിനെ നമ്മൾ എഴുതുന്നത് M/n എന്നാണ്. ബൈയുടെ ഉദ്ദേശം നോക്കിക്കേ, ഇവിടെ എഴുതുന്നത് ബൈ ആണെങ്കിലും എന്താണ് ഇൻറ്റു സൈൻ ഇടുന്നതിന് കാരണമുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാം. ഓക്കെ, M എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസും ആയിരിക്കണം. പിന്നെ നോക്കിക്കേ, 3 റോ ഉണ്ടോ, ഇതിന് 3 റോയും 3 കോളം. അപ്പം നമ്പർ ഓഫ് റോസ് 3, നമ്പർ ഓഫ് കോളംസ് 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഓർഡർ ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എണ്ണണം. 1 2 3 അല്ലേ. 3 കോളം നോക്കുമ്പോൾ 1 2, അപ്പം 3/, എത്രയാണ് 2. ഓക്കെ, അതിന് 3 റോയും എത്രയാണ് 2 കോളംസുമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, ഈ സി എന്ന് പറയുന്നത് എത്ര റോ ഉണ്ട്? 1 2 റോ ഉണ്ട് അല്ലേ. ആദ്യമേ റോയുടെ എണ്ണമേ എഴുതാവുള്ളൂ, രണ്ടാമത് കോളം എഴുതാവുള്ളൂ കേട്ടോ. കോളം 1 2 3 2/3. ക്ലിയർ ആയല്ലോ? ഇതാണ് അപ്പോൾ ഓർഡർ. അപ്പോൾ എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് ഡിനോട്ടഡ് ബൈ M/n where M is the number of rows and n is the number of columns. ഓക്കെ, ഇനി ഈ ഇൻഡു സൈൻ ഇടുന്നതിൻ്റെ ഒരു കാരണം നമുക്ക് അറിയണമല്ലോ. ഓക്കെ, ഇത് ഓർഡർ എഴുതുന്ന എവിടെയാണെന്ന് നോക്കി. ഒരു മെട്രിക്സിനുണ്ട് ഈ പൊസിഷനിലാണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എഴുതുന്ന പൊസിഷൻ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എഴുതുമ്പോൾ 3/3. ഓക്കെ, 3/3 കേട്ടല്ലോ. ഇവിടെ എഴുതിയ ശേഷം എന്താണ് 3/3 നമ്മൾ എഴുതുന്നെങ്കിലും പറഞ്ഞ് എഴുതുന്നെങ്കിലും മീനിങ് നോക്കി. ഇൻറ്റു സൈൻ്റെ മീനിങ് ചെയ്യുമ്പോൾ 3 × 3 എത്ര നമുക്കറിയാം? 9. ഇവിടെ ആകുമ്പോൾ നോക്കിക്കേ, ഇവിടെ എഴുതുമ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1 2 3 കോളം 1 2 3/2. 3 × 2 എത്ര? 6. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് മെട്രിക്സ് ഈസ് 6. ദാറ്റ്സ് ദ മീനിങ്. ഓക്കെ, അപ്പോൾ ഇതിനോട് നോക്കിക്കേ 6 പേരുണ്ട്. 1 2 3 1 2 3 4 5 6 അതാണ്. അപ്പോൾ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന നമ്പർ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഇൻറ്റു ചെയ്യുമ്പോൾ 3 × 3 9. 9 എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിനുള്ളിൽ ആകെ കൂടി 9 പേരുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിവിടെ നോക്കിക്കേ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എഴുതുന്നത് എത്രയാണ്? സിയുടെ എത്രയായിരുന്നു? 2/3 ഉണ്ട്. 2/3 2 റോയും 3 കോളം ഉണ്ട്. ഇപ്പോൾ 2/3 എത്ര? 6 എന്ന് പറയും. ഈ മെട്രിക്സിനുള്ളിൽ എത്ര പേരുണ്ട്? 6 പേര്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ ആണ് പറഞ്ഞു 3/4 ആണ്.
ഒരു matrixന്റെ order is 3/4. Then number of rows is equal to 3 and number of columns is equal to 4 and total number of elements in that matrix is equal to 12. 3 into 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സിനുള്ളിലുള്ള എലമെൻസുകളുടെ എണ്ണം കിട്ടി 12 പേര്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡറിന് എഴുതുന്നത്. എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പേരാണ് ഓർഡർ. അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? m/n, where m is the number of rows and n is the number of columns. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾക്ക് തന്നത്. ഇതാണ് മെട്രിക്സ്. ഇവനെ അങ്ങോട്ട് പടർന്ന് പന്തിച്ച് വലിയ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. 6 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നിൽപ്പുണ്ട്, അങ്ങ് അറ്റത്ത് നിൽപ്പുണ്ട് കേട്ടോ. അവനെ പോയി പിടിക്കണം നമ്മൾ. ഓക്കെ, തെറ്റാതെ ചെയ്യണം. ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരുന്നത് എന്താണ് കൃത്യമായിട്ട് ഇന്നതാണെന്ന് പറഞ്ഞു തരും. തെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആകെയുള്ള ലക്ഷ്യം. ഓക്കെ, എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് കൃത്യമായിട്ട് വരുന്നതെന്നുള്ളത് പറഞ്ഞു തരും. ഏത് ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. ഓരോ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിച്ചു പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു മാത്സ്, അതിൻ്റെ കൂടെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മറ്റു 2 ടീച്ചേഴ്സുണ്ട്. അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, എല്ലാം നമുക്ക് അങ്ങനെയുള്ളത് നമ്മൾ എപ്പോഴും തരാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, എല്ലാ ഗ്രൂപ്പുകളിലോട്ട് മാക്സിമം നിങ്ങളുടെ കുട്ടികളോട് ഷെയർ ചെയ്യുക. കാരണം ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ ആദ്യമേ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവരും നല്ലപോലെ അങ്ങോട്ട് പഠിക്കുക. ഗുഡ് ബൈ.